നമസ്കാരം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുകളിൽ ED അന്വേഷണം വീണാ വിജയന് കുരുക്കായി മാറുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മെയ് 21 ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീണാ വിജയൻ താമസിച്ചിരുന്ന മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള വീട്ടിൽ ED ഏതാണ്ട് 8 മണിക്കൂർ നേരമാണ് റെയ്ഡ് നടത്തിയത്. ഒപ്പം CMRLൻ്റെ ഓഫീസുകളിലും പിണറായി വിജയൻ്റെ പാണ്ഡ്യാലമുക്കിലുള്ള പിണറായിയിലെ സ്വന്തം വീട്ടിലും മുഹമ്മദ് റിയാസ് എന്ന വീണയുടെ ഇപ്പോഴത്തെ ഭർത്താവിൻ്റെ വീട്ടിലുമെല്ലാം ഒരേ സമയത്തായി ഏതാണ്ട് 12 ഇടങ്ങളിലാണ് റെയ്ഡ് നടന്നത്. അന്ന് തിരുവനന്തപുരത്ത് പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്ന സമയത്ത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും മുൻ മന്ത്രിമാരും ജില്ലാ ഭാരവാഹികളും ഉൾപ്പെടെയുള്ള ആളുകൾ EDക്ക് പ്രതിരോധം തീർത്തുകൊണ്ട് റോഡിൽ കുത്തിയിരുന്ന് സമരം ചെയ്യുന്ന കാഴ്ച നാം കണ്ടതാണ്. പിന്നീട് വീണാ വിജയനെ ചോദ്യം ചെയ്തുകൊണ്ട് വീണാ വിജയൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടുകെട്ടുന്നു. ബാങ്കിൽ ഉണ്ടായിരുന്ന ഏതാണ്ട് 19 കോടി രൂപ ED കണ്ടുകെട്ടുന്നു, ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുന്നു. വീണാ വിജയൻ്റെ ഫോണും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളുമായി ED പുറത്തേക്ക് വരുമ്പോൾ, അതായത് വിലപ്പെട്ട രേഖകളുമായി ED റെയ്ഡ് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ EDയെ ഉപദ്രവിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് CPMൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ആ ഉപരോധത്തിൽ പങ്കെടുത്ത CPMൻ്റെ പ്രവർത്തകരും അണികളുമെല്ലാം ചേർന്ന് EDയുടെ കാർ തല്ലിപ്പൊളിക്കുന്നതും ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നതും നമ്മൾ കണ്ടു. ഈ വിഷയത്തിൽ EDക്കെതിരെ വധശ്രമത്തിനാണ് കേസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് EDയെ വധിക്കുവാൻ വേണ്ടി CPM പ്രവർത്തകർ ശ്രമിച്ചു എന്നുള്ളതിന് CPM പ്രവർത്തകർക്കെതിരെ EDയെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസാണ് എടുത്തിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 300 പേർക്കും എതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് 26 പേരെ ഇപ്പോൾ കേസെടുത്ത് അകത്തിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിയുന്നത്. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ഇന്നലെ വീണയെ കൊച്ചിയിലേക്ക് ED വീണ്ടും ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിച്ചു വരുത്തുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ വീണാ വിജയനോട് കൊച്ചിയിൽ ED സമൻസ് അയച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി സമൻസ് അയച്ചിരുന്നു. എന്നാൽ വീണയ്ക്ക് ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ED ചോദ്യം ചെയ്യലിൽ എത്താൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. പിന്നീടാണ് ED വീണ്ടും നോട്ടീസ് അയച്ചു. ഇന്നലെ വീണ കൃത്യമായി തന്നെ ചോദ്യം ചെയ്യലിന് വേണ്ടി EDയുടെ ഓഫീസിലെത്തുകയുണ്ടായി. ഇന്നലത്തെ ചോദ്യം ചെയ്യലിലാണ് വീണാ വിജയൻ കുരുങ്ങുന്ന തരത്തിലുള്ള നിർണായകമായ ചോദ്യം ചെയ്യൽ ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വീണാ വിജയന് എന്ത് അടിസ്ഥാനത്തിലാണ് CMRL എന്ന കമ്പനി വേതനം നൽകിയത് എന്നുള്ള ചോദ്യത്തിന് ഞാൻ അവർക്ക്, അതായത് എക്സാലോജിക് എന്ന കമ്പനി CMRLന് IT സേവനങ്ങളാണ് ലഭ്യമാക്കിയത്. താൻ ഡെവലപ്പ് ചെയ്തെടുത്ത ഇമ്പാക്ട് എന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് CMRLന് IT സേവനം നൽകിയത്, കൺസൾട്ടേഷൻ ആയിരുന്നു താൻ നൽകിയിരുന്നത് എന്നാണ് വീണാ വിജയൻ EDയോട് പറഞ്ഞത്. എന്നാൽ എന്ത് തരത്തിലുള്ള, എങ്ങനെയാണ് നിങ്ങൾ സേവനം നൽകിയത് എന്ന് പറഞ്ഞപ്പോൾ അതിനെന്താണ് തെളിവുള്ളത്, എന്താണ് അതിന് തെളിവുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നേരിട്ടാണ് അവർക്ക് ഉപദേശങ്ങൾ നൽകിയിരുന്നത്, എൻ്റെ സേവനങ്ങൾ ലഭ്യമാക്കിയിരുന്നത്, അതുകൊണ്ട് പ്രത്യേകിച്ച് അതിന് തെളിവില്ല എന്നാണ് ED ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. ഇത് പൂർണ്ണമായ രീതിയിൽ ഉൾക്കൊള്ളാൻ ED ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. മാത്രമല്ല, നിങ്ങൾ മറ്റേത് കമ്പനികൾക്കാണ് ഇതേപോലെയുള്ള സോഫ്റ്റ്വെയർ സേവനങ്ങൾ ലഭ്യമാക്കിയിട്ടുള്ളത്, അതും നിങ്ങൾ ഇതുപോലെ നേരിട്ട് തന്നെയുള്ള നിങ്ങളുടെ കൺസൾട്ടേഷനിലൂടെയാണോ സേവനങ്ങൾ ലഭ്യമാക്കിയത് എന്നുള്ള ചോദ്യത്തിന് തൃപ്തികരമായ വ്യക്തമായ മറുപടി നൽകാൻ വീണയ്ക്കായില്ല. പലപ്പോഴും ചോദ്യം ചെയ്യലിൽ വീണ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാൽ വീണയ്ക്ക് CMRLന് കാര്യമായ തരത്തിലുള്ള സേവനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഓഫീസിൻ്റെ അന്വേഷണത്തിൽ വീണ മൊഴി കൊടുത്തിട്ടുള്ളതായിരുന്നു. ആ മൊഴി കോടതിയിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഹാജരാക്കിയിട്ടുള്ളതായിരുന്നു. അതടക്കം ഏതാണ്ട് 134 തെളിവുകളും അനുബന്ധ രേഖകളുമാണ് 54 വോളിയങ്ങളിലായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. കൊച്ചി PMLA കോടതിയിൽ നിന്നും ഈ രേഖകൾ EDക്ക് ലഭ്യമാക്കുവാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ച ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്ന് മാത്രമേ EDക്ക് ഈ ഫയലുകൾ കിട്ടുകയുള്ളൂ. ബൃഹത്തായ ഇത്രയും വലിയ തെളിവുകളും ഫയലുകളും ഇന്ന് EDക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അതുകൂടി ചേർത്ത് വെച്ചിട്ടായിരിക്കും വീണ്ടും വീണാ വിജയനെ ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിച്ചു വരുത്തുക. അത് ഉടനെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇന്നലെ ED വിദേശത്തുള്ള, അതായത് അബുദാബിയിലുള്ള വീണയുടെ ചില അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വീണയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊന്നും തൃപ്തികരമായ മറുപടികൾ വീണയ്ക്ക് നൽകാൻ സാധിച്ചില്ല. എന്നാൽ നിലവിൽ പല അക്കൗണ്ടുകളും വീണ ക്ലോസ് ചെയ്തതായി അറിയുന്നു.
വിദേശത്ത് അക്കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ കൃത്യമായ ചില നിർദ്ദേശങ്ങൾ പാലിച്ചേ പറ്റൂ. 2.5 ലക്ഷം രൂപയിൽ കൂടുതൽ അങ്ങോട്ടേക്ക് വിദേശ അക്കൗണ്ടുകളിലേക്ക് $2.5 ലക്ഷം കൂടുതൽ നിക്ഷേപങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതിന് തന്നെ വലിയ വലിയ നിയമ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇതെല്ലാം പാലിച്ചിട്ടാണോ വീണയുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിരിക്കുന്നത് എന്നറിയുന്നതിന് വേണ്ടി വിദേശ മന്ത്രകാര്യാലയവുമായി ബന്ധപ്പെട്ട് UAE സർക്കാരുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം നടത്താൻ ഒരുങ്ങുന്നു. ED ഡയറക്ടർ അതിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ED കൂടി അന്വേഷിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിദേശത്തുള്ള വീണയുടെ പല അക്കൗണ്ടുകളും ക്ലോസ് ചെയ്തതിന് പിറകിൽ ഒരു മലയാളിയായ വിദേശ വ്യാപാരിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല അക്കൗണ്ടുകളും വീണയെ മരവിപ്പിക്കുകയോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുകയോ ബാങ്കിൻ്റെ രേഖകളിൽ നിന്ന് പോലും വീണയുടെ അക്കൗണ്ടിൻ്റെ വിവിധ വശങ്ങൾ, വിവിധ രേഖകൾ ഇല്ലാതെ ആയിരിക്കുന്നു, അത് ഡിലീറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെയുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. എങ്കിലും വീണ വിജയൻ്റെ അബുദാബിയുമായി ബന്ധപ്പെട്ട ചില ബാങ്ക് റെക്കോർഡ്സുകളെക്കുറിച്ച്, ബാങ്ക് അക്കൗണ്ടുകളെക്കുറിച്ച് ED ചോദിച്ചപ്പോൾ അതിനൊന്നും വീണയ്ക്ക് കൃത്യമായ വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല. വീണ പൊട്ടിക്കരയുകയായിരുന്നു. താൻ കുരുക്കിൽപ്പെട്ടു എന്ന് തന്നെയായിരുന്നു വീണയുടെ ബോധ്യം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഈ പറയുന്ന CMRലുമായി വീണയുടെ എക്സാലോജിക് എന്ന കടലാസ് കമ്പനിക്ക് യാതൊരു തരത്തിലുള്ള സേവന വേതന കരാറുകളും ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാസം 5 ലക്ഷം രൂപ വീതം വീണയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കും 3 ലക്ഷം രൂപ വീതം CMRL എക്സാലോജിക് എന്ന വീണയുടെ ഷെൽ കമ്പനിയിലേക്കും കൊടുത്തിരുന്നു. അങ്ങനെ മാസം 8 ലക്ഷം രൂപ വീതം ഏതാണ്ട് 2,78 ലക്ഷം രൂപയാണ് വീണ വിജയന് കൊടുത്തിരിക്കുന്നത്. കൂടാതെ 50 ലക്ഷം രൂപ എൻപവർ ഇന്ത്യ ലിമിറ്റഡ് എന്ന CMRലെ മറ്റൊരു അനുബന്ധ സ്ഥാപനത്തിൽ നിന്നും വീണയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നിരിക്കുന്നു. എന്നാൽ ഇതിനു വേണ്ടി വീണ തൻ്റെ കമ്പനിയായ എക്സാലോജിക് എന്ന കമ്പനിയിൽ നിന്ന് എന്ത് തരത്തിലുള്ള സേവനമാണ് CMRലിൽ ലഭ്യമാക്കിയിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് CMRലിൽ നിന്നും ഒരു തരത്തിലുള്ള സേവനങ്ങളും വീണയുടെ കമ്പനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള മൊഴികളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. EDയുടെ ചോദ്യം ചെയ്യലിൽ CMRലിൻ്റെ ഉദ്യോഗസ്ഥർ ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം CMRലിൻ്റെ CMD ആയ ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ കർത്തയെയും ശശിധരൻ കർത്തയുടെ മകനും CMRലിൻ്റെ ജോയിൻറ്റ് ഡയറക്ടറുമായ ശരൺ കർത്തയെയും അതുപോലെ ശശിധരൻ കർത്തയുടെ മകൾ ഷിബി കർത്തയെയുമെല്ലാം ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരെ, അതായത് ഒരു കുടുംബത്തിലെ എല്ലാവരെയും ED ചോദ്യം ചെയ്തിരുന്നു. ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കുന്ന ഇടപാടുമായി ബന്ധപ്പെട്ട് ശശിധരൻ കർത്തയ്ക്ക് സുഖമില്ലാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യൽ മറ്റൊരു തീയതിയിലേക്ക് മാറ്റിവെച്ചതായാണ് അറിയാൻ കഴിയുന്നത്. ശശിധരൻ കർത്തയുടെ കുടുംബത്തെ ചോദ്യം ചെയ്ത വിവരങ്ങളും ഇന്നിപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ സമർപ്പിച്ചിരിക്കുന്ന 134 തെളിവുകളും അനുബന്ധ രേഖകളുമെല്ലാം കൂട്ടി വെച്ചുകൊണ്ട് വീണ ഇന്നലെ കൊടുത്ത മൊഴികളും കഴിഞ്ഞ 21-ാം തീയതി വീണ കൊടുത്ത മൊഴികളും തമ്മിൽ ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കും ഇനി ED വീണയെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തുക. വീണ യാതൊരു തരത്തിലുള്ള സേവനങ്ങളും CMRൽ നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ വീണയുടെ ഉന്നത സ്ഥാനത്തിരുന്ന അച്ഛൻ മുഖ്യമന്ത്രി ആയതിനാൽ അച്ഛനിൽ നിന്നും വഴിവിട്ട പല സഹായങ്ങളും കരിമണൽ ഖനന കമ്പനിയായ CMRന് ലഭിച്ചതിൻ്റെ പാരിതോഷികമായി പ്രത്യുപകാരമായിട്ടാണ് മകളുടെ കമ്പനിയിലേക്ക് മാസപ്പടിയായി കോഴപ്പണം തന്നെയാണ് CMRൽ കൊടുത്തിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് അന്വേഷണം നടക്കുന്നത്. അതിന് വീണ GST അടച്ചാലും ആദായ നികുതി അടച്ചാലും കള്ളപ്പണം വെളുപ്പിക്കൽ തന്നെയാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ നിയമത്തിൻ്റെ പരിധിയിലുള്ള അന്വേഷണം കൂടി നടക്കുന്നു. കൂടാതെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ആറ്റോമിക് റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന പ്ലൂട്ടോണിയം പോലുള്ള മൂലകങ്ങൾ വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നതിനാൽ ഇതിൽ ആണവ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഇവ ഉപയോഗിക്കപ്പെടുന്നതിനാൽ രാജ്യാന്തര തീവ്രവാദ സംഘടനകളുമായി ഏതെങ്കിലും തരത്തിൽ ഈ ഇടപാടുകളിൽ, അതായത് CMRലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സാമ്പത്തിക ഇടപാടുകളിൽ ഇവർക്കൊക്കെ ബന്ധമുണ്ടോ എന്നുള്ള രീതികൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത്തരം അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ഒരുപക്ഷെ NIA തന്നെ വന്നേക്കും, CBI അന്വേഷണം വന്നേക്കും എന്നുള്ള ചില സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും കരിമണൽ ഖനന കമ്പനിയായ CMRലിന് ഒരു കാരണവശാലും കേരളത്തിൻ്റെ പൊതുമുതൽ ഖനനം ചെയ്തെടുക്കുവാനുള്ള ഉത്തരവില്ല. കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായൊരു ഉത്തരവുണ്ടായിരുന്നു 2019 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കല്ലാതെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഒരു കാരണവശാലും കരിമണൽ ഖനനം ചെയ്യുന്നതിനുള്ള അനുമതി കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. എന്നാൽ ഈ അനുമതിയെ മറികടന്നുകൊണ്ട് CMRL കർത്തയ്ക്ക് കരിമണൽ എടുക്കുന്നതിന് വേണ്ടി ആലപ്പുഴ സ്പിൽവേ ക്ലിയർ ചെയ്യുന്നതിന്, വെള്ളം ഒഴുകിപ്പോകുന്നതിന് വേണ്ടി, മഴക്കാല പൂർവ്വ ശുചീകരണം എന്നുള്ളതിന് വേണ്ടി, പ്രളയക്കെടുതി ഒഴിവാക്കുന്നതിന് വേണ്ടി സ്പിൽവേ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവിടെ നിന്നും മണ്ണ് എടുത്തു മാറ്റുന്നു, ഖനനം ചെയ്യുന്നു എന്ന് പറയുന്നില്ല. ഇങ്ങനെ ഏതാണ്ട്
ഏതാണ്ട് 1600 കോടി രൂപയുടെ കരിമണലിലാണ് അവിടെ നിന്നും എടുത്തു മാറ്റി CMRL കമ്പനിക്ക് കൊടുത്തത് പിണറായി വിജയൻ എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ വഴിവിട്ട് നൽകിയ സഹായത്തിന് ഒരു പാരിതോഷികമായി മകളുടെ കമ്പനിയിലേക്ക് 1,72,00,000 രൂപയും കൂടാതെ 50 ലക്ഷം രൂപ കൈക്കടമായും കൊടുത്തതിൻ്റെ പേരിൽ അങ്ങനെ 2,80,00,000 രൂപയാണ് കൊടുത്തതെന്ന് പറയുന്നത്. എന്നാൽ ഇതല്ല യഥാർത്ഥ കണക്ക്. ഈ 1600 കോടി രൂപയുടെ 10% കണക്കിലാക്കിയാൽ പോലും ഏതാണ്ട് 160 കോടി രൂപയിലധികം പിണറായി വിജയന് കൊടുത്തിട്ടുണ്ട്. ഇവ വിദേശ ബാങ്കുകളിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അന്വേഷണത്തിൻ്റെ പ്രധാന പരിധിയിൽ വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് വീണ വിജയനുള്ള ബന്ധം CMRL യാതൊരു തരത്തിലുള്ള സേവനവും നൽകാതെ എക്സാലോജിക്കിലേക്ക് പണം വന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് വഴിവിട്ട് കരിമണൽ ഖനനം ചെയ്യുന്നതിന് വേണ്ടി CMRL നൽകിയ വഴിവിട്ട സഹായങ്ങൾക്കുള്ള പ്രത്യുപകാരമായി മകൾക്ക് ഇത്തരം ചെറിയൊരു തുകയും അച്ഛന് 160 കോടി രൂപയിലധികം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. CMRL ഡയറിയിൽ കർത്ത ഇങ്ങനെ തന്നെ എഴുതി വച്ചിട്ടുണ്ട്: PVക്ക് ഇത്ര തുക, പിണറായി വിജയന് എന്ന് പറഞ്ഞ് മറ്റൊരു തുക. ഇതുപോലെ കേരളത്തിലെ മിക്ക രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർക്കും കാശ് കൊടുത്തതായി കർത്ത എഴുതി വച്ചിട്ടുണ്ട്. ആ രീതിയിലും അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡിനാണ് ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാനുള്ള റൈറ്റുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീമതി ടീച്ചറിൻ്റെ കയ്യിലായിരുന്നു ഈ വകുപ്പ്. ആരോഗ്യവകുപ്പാണ് ആ മലിനീകരണ നിയന്ത്രണ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ശ്രീമതി ടീച്ചറിൻ്റെ പക്കൽ നിന്നും പിണറായി വിജയൻ മനഃപൂർവ്വം ആ വകുപ്പ് പിടിച്ചെടുത്തതിന് ശേഷം തന്നെയാണ് കരിമണൽ കർത്തയ്ക്ക് വഴിവിട്ട സഹായം ചെയ്തത് എന്ന് കൂടി പറയപ്പെടുന്നു. എന്തായാലും വീണയ്ക്ക് CMRL നിന്ന് പണം കൊടുത്ത കാലയളവ് കണക്കിലെടുക്കുമ്പോൾ ഏതാണ്ട് ഇതെല്ലാം ഒരുമിച്ച് വരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വീണ അബുദാബി കേന്ദ്രീകരിച്ച് നടത്തിയ അബുദാബിയിലുണ്ടായിരുന്ന ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ മറുപടി നൽകിയിട്ടില്ല. അവിടെ വലിയ ഡോളറുകളുടെ അല്ലെങ്കിൽ വൻ തുകകളുടെ കൈമാറ്റം നടന്നിട്ടുണ്ട് എന്നുള്ള വ്യക്തമായ സൂചനകൾ EDക്ക് ലഭിച്ചിട്ടുണ്ട്. സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷനും ഇത് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് അബുദാബി കേന്ദ്രീകരിച്ച് അബുദാബിയും ഇന്ത്യയും തമ്മിൽ വളരെ സൗഹൃദാന്തരീക്ഷം നിലനിൽക്കുന്നതിനാൽ അത്തരം കാര്യങ്ങൾ കണ്ടറിയുന്നതിന് ബുദ്ധിമുട്ടില്ല. ഏത് വിദേശ മലയാളി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് ഇന്ത്യൻ സർക്കാരുമായി സഹകരിക്കാൻ അബുദാബി സർക്കാർ തയ്യാറാകും. അങ്ങനെയെങ്കിൽ വീണയുടെ അവിടുത്തെ അക്കൗണ്ടിൽ വിവരങ്ങൾ കൂടി കിട്ടുന്നതോട് കൂടുതൽ കുരുക്ക് വീണയ്ക്ക് മുറുകും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അക്ഷരാർത്ഥത്തിൽ ഇനി വീണ വിജയനിലൂടെ പിണറായി വിജയനിലേക്ക് ED എത്തിച്ചേരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. താമസിയാതെ വീണയെ വിളിച്ചു വരുത്തി വീണ്ടും ചോദ്യം ചെയ്യുന്നതിലൂടെ കൃത്യമായ ഉത്തരം വീണയ്ക്ക് നൽകാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായാൽ വീണ അറസ്റ്റിലാകും. തുടർന്ന് പിണറായി വിജയനിലേക്കും ED അന്വേഷണം കടന്നു ചെല്ലും. പിണറായി വിജയനും കുരുക്കിലാകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതെന്താണെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം, കണ്ടറിയാം.